JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ്. ധാരാളം ഉദ്യോഗാർത്ഥികൾ, ഞാൻ നേരത്തെ ഇതിനെ സംബന്ധിച്ച ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് എങ്കിൽ പോലും പല ഉദ്യോഗാർത്ഥികൾക്കും ധാരാളം സംശയങ്ങളാണ്. ധാരാളം ഉദ്യോഗാർത്ഥികൾ സാറേ NJD വേക്കൻസി, TPO, NCA ടേൺ എന്താണ്, ഇങ്ങനെയുള്ള പലവിധ സംശയങ്ങളുമായിട്ട് ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ ഫോണിൽ വിളിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. ഇന്നത്തെ ക്ലാസ്സിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ NJD വേക്കൻസി, TPO, NCA ടേണിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. NJD വേക്കൻസി എന്താണ്? നോട്ട് ജോയിനിങ് ഡ്യൂട്ടി വേക്കൻസി. എന്താണ്? നോട്ട് ജോയിനിങ് ഡ്യൂട്ടി വേക്കൻസി. അതായത് നിയമന ശുപാർശ ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥി ജോലിയിൽ പ്രവേശിക്കാത്തത് മൂലമുണ്ടാകുന്ന ഒഴിവാണ് നോട്ട് ജോയിനിങ് ഡ്യൂട്ടി വേക്കൻസി അഥവാ NJD. ജോലിയിൽ പ്രവേശിക്കാത്തയാളെ നിയമന ശുപാർശ ചെയ്ത അതേ ഊഴത്തിൽ തന്നെ പകരക്കാരനെ NJD ഒഴിവിൽ നിയമന ശുപാർശ ചെയ്യുന്നതാണ്. കുടിശ്ശിക ഊഴങ്ങളിൽ മുൻഗണന നൽകപ്പെടുന്നതും NJD ടേണിനാണ് എന്നുള്ള കാര്യം എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ NJD വേക്കൻസി, നോട്ട് ജോയിനിങ് ഡ്യൂട്ടി, എന്താണ് അത്? നിയമന ശുപാർശ ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥി ജോലിയിൽ പ്രവേശിക്കാത്തത് മൂലമുണ്ടാകുന്ന ഒഴിവാണ് NJD വേക്കൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രസ്തുത ഉദ്യോഗാർത്ഥിക്ക് നിയമന ശുപാർശ ലഭിക്കുകയും പ്രസ്തുത നിയമന ശുപാർശ ലഭിച്ച ശേഷം ഉദ്യോഗാർത്ഥി ജോലിയിൽ പ്രവേശിക്കാത്തത് മൂലമുണ്ടാകുന്ന ഒഴിവാണ് ഈ NJD വേക്കൻസി എന്ന് പറയുന്നത്, നോൺ ജോയിനിങ് ഡ്യൂട്ടി വേക്കൻസി എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു സെലക്ഷൻ വർഷത്തില് നികത്തപ്പെടുന്ന ആകെ ഒഴിവുകളില് സംവരണം 50% ആകരുതെന്ന് KS and SSR ചട്ടം 15D വ്യവസ്ഥയിലുള്ളതിനാല് ചില അവസരങ്ങളിൽ സംവരണ ഊഴങ്ങൾ താൽക്കാലികമായി മാറ്റിവയ്ക്കാറുണ്ട്. ഇതിനെയാണ് ടെമ്പററി പാസ് ഓവർ അല്ലെങ്കിൽ TPO എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു സെലക്ഷൻ വർഷത്തില് നികത്തപ്പെടേണ്ട ഒഴിവുകളുണ്ട്. ആ പ്രസ്തുത ഒഴിവുകളിൽ സംവരണം 50% അധികമാകരുത് എന്ന് ഈ KS and SSR ചട്ടം 15D വ്യവസ്ഥ ചെയ്തിട്ടുള്ളതിനാല് ചില അവസരങ്ങളിൽ സംവരണ ഊഴങ്ങളൊക്കെ താൽക്കാലികമായിട്ട് ചിലപ്പോഴൊക്കെ ചില അവസരങ്ങളിലൊക്കെ അത് മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ മാറ്റി വയ്ക്കുന്നതിനെയാണ് ടെമ്പററി പാസ് ഓവർ അല്ലെങ്കിൽ TPO എന്ന് പറയുന്നത്. 50% വ്യവസ്ഥ പാലിച്ചുകൊണ്ട് സംവരണ ഊഴങ്ങള് നികത്തപ്പെടാവുന്നതാണ്. അത് പ്രത്യേകം ഓർത്തിരിക്കണം. 50% വ്യവസ്ഥ പാലിച്ചുകൊണ്ട് വേണം സംവരണ ഊഴങ്ങള് നികത്തപ്പെടുന്നതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ TPO മനസ്സിലായി, NJD മനസ്സിലായി. അടുത്തത് NCA ആണല്ലേ. സംവരണ ഊഴം നികത്തപ്പെടേണ്ട സമയത്ത് ഈ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥി റാങ്ക് ലിസ്റ്റിൽ ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യും? റൊട്ടേഷൻ ചാർട്ടിലെ തൊട്ടടുത്ത സംവരണ വിഭാഗത്തിന് ഈ ഊഴം കടമായിട്ട് കൈമാറുന്ന രീതി നേരത്തെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, മുൻപുണ്ടായിരുന്നു. ഈ അധിക നേട്ടം കൈവരുത്തിയ വിഭാഗവും ഏറ്റവും അടുത്ത അവസരത്തിൽ, അതായത് പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ നഷ്ടപ്പെട്ട വിഭാഗത്തിന് തിരികെ നൽകണമെന്ന വ്യവസ്ഥയിലാണ് ഈ കടം കൊടുക്കല് ഉണ്ടായിരുന്നത്. ഇതിനെയാണ് NCA എന്ന് പറയുന്നത്, അതായത് നോ കാൻഡിഡേറ്റ്സ് അവൈലബിൾ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം, പേടിക്കേണ്ട, വളരെ പെട്ടെന്ന് മനസ്സിലാകും. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. സംവരണ ഊഴം നികത്തപ്പെടേണ്ട സമയത്ത് ഈ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥി ഒരു വിശദമായിട്ട് പറഞ്ഞ സംവരണ ഊഴം വരുന്ന അവസരത്തിൽ, അതായത് ഈ റൊട്ടേഷൻ പ്രകാരം സംവരണ ഊഴം വരുന്ന ഒരു അവസരത്തിൽ
വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥി റാങ്ക് ലിസ്റ്റ് ഇല്ലാതെ വന്നാൽ റൊട്ടേഷൻ ചാർട്ടിലെ തൊട്ടടുത്ത സംവരണ വിഭാഗത്തിന് ഈ ഊഴമാണ് കടമായിട്ട് കൈമാറുന്ന ഒരു രീതി മുൻപുണ്ടായിരുന്നു. ഈ അധിക നേട്ടം കൈവരുത്തിയ വിഭാഗം ഏറ്റവും അടുത്ത അവസരത്തിൽ പുതിയ റാങ്ക് ലിസ്റ്റിൽ നിലവിൽ വരുമ്പോൾ നഷ്ടപ്പെട്ട വിഭാഗത്തിന് തിരികെ നൽകണമെന്ന വ്യവസ്ഥയിലാണ് ഈ കടം കൊടുക്കലൊക്കെ നടന്നിരുന്നത്. ഇതിനെയാണ് NCA നോ കാൻഡിഡേറ്റ്സ് അവൈലബിൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. NJD വേക്കൻസി നമ്മൾ മനസ്സിലാക്കി, TPO മനസ്സിലാക്കി, NCA 10 മനസ്സിലാക്കി. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ വിശദമായിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരാം. വളരെ പ്രയാസമാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ. റൊട്ടേഷൻ ചാർട്ട് എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. റൊട്ടേഷൻ ചാർട്ടിനെ കുറിച്ച് വിശദമായിട്ട് ക്ലാസ്സുകൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടാൽ കുറെ കൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.